ഉത്തർപ്രദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു. അതിൽ 10,000-ഓളം കുടുംബങ്ങൾ ഉത്തർപ്രദേശിലാണ് കുടിയേറിയിരുന്നത്. ഇവർക്ക് ഉത്തർപ്രദേശിൽ ഭൂമി ആ സമയത്ത് കൊടുത്തിരുന്നു എങ്കിലും ഈ ഭൂമിയിലുള്ള സമ്പൂർണ്ണ അവകാശം അതായത് ഭൂ ഉടമസ്ഥാവകാശം ഇവർക്ക് കൊടുത്തിരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ദുരിതം ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭൂ ഉടമസ്ഥാവകാശം കൊടുക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഭജന സമയത്താണ് ഇന്ത്യയിൽ എത്തിയത് ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഹിന്ദുക്കളും സിഖുകാരുമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇവർക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന കാര്യം സർക്കാർ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇവർ ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഭൂ ഉടമസ്ഥാവകാശം വേണം. കാരണം ഭൂ ഉടമസ്ഥാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ സ്ഥലം അത് ബാങ്കിലേക്ക് കൊണ്ടുപോയി ഒരു ലോൺ എടുക്കാനോ തങ്ങൾക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് മറ്റ് ലോണുകൾ എടുത്ത് തങ്ങൾക്ക് യാതൊരുവിധ ബിസിനസ് തുടങ്ങാനോ സാധിക്കുന്നില്ല. തങ്ങൾ ഇപ്പോഴും അധികൃതരായി തന്നെ കഴിയുകയാണ് എന്നാണ് ഉത്തർപ്രദേശിലേക്ക് വന്ന ഈ ഭൂരിഭാഗം ഹിന്ദുക്കളും സിഖുകാരും പറയുന്നത്. ഇവർക്ക് വേണ്ടി യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഇവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മൊറാദാബാദ് കമ്മീഷൻ മൊറാദാബാദ് കമ്മീഷണർ ആഞ്ജനേയ കുമാർ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ സർവേ നടത്തി വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ പ്രകാരവും പരിശോധന നടത്തി വരികയാണ്. ബന്ധപ്പെട്ട ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നത്. 1947 1000-ഓളം കുടുംബങ്ങളാണ് ലഖിംപൂർ ഖേരി, റാംപൂർ, ബിജ്നോർ, പിലിഭിത്ത് എന്നിവിടങ്ങളിൽ താമസമാക്കിയിരുന്നത്. ഈ താമസമാക്കിയ ആൾക്കാർക്ക് ഇവർക്ക് ഭൂമി നൽകിയിരുന്നു. പക്ഷേ ഭൂ ഉടമസ്ഥാവകാശം നൽകിയിരുന്നില്ല. ഭൂമിയിൽ നിന്ന് വായ്പ ലഭിക്കില്ല, ബാങ്കിൽ നിന്ന് ഭൂമി വിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ധാരാളം നൂലാമാലകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നു. വളരെ കാലമായി ഇവർ ഈ ഭൂ ഉടമസ്ഥാവകാശം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ഏത് ജില്ലയിൽ എത്ര ഭൂമിയുണ്ട് ഇവർക്ക് എന്ന് ഈ സമിതി പൂർണ്ണമായും പരിശോധിച്ച് വരികയാണ്. കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവർക്ക് നൽകാൻ കഴിയുന്നതിൻ്റെ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എപ്പോഴാണ് ഇവർ ഇന്ത്യയിൽ വന്നത് എന്ന കാര്യം പരിശോധിക്കും. ഇവർക്ക് എത്ര ഭൂമിയാണ് ഉള്ളത്, ഭൂമി പാട്ടത്തിനെടുത്തതാണോ അതോ പട്ടയം കൂടാതെ സ്ഥലം കൈവശപ്പെടുത്തിയതാണോ എന്നുള്ള പരിശോധനകൾ നടക്കും. അങ്ങനെ വെറുതെ ഉത്തർപ്രദേശിൽ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ഹൈന്ദവർ അല്ലെങ്കിൽ സിഖുകാർ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞ് കണ്ണുമടച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയില്ല. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിജ്നോർ ഒഴികെയുള്ള 3 ജില്ലകളിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചെങ്കിലും അതിൽ പിഴവുകൾ കണ്ടെത്തി എന്നും നമുക്ക് അറിയാനായി സാധിക്കുന്നു. അവ പരിഗണിച്ച് പുതിയ റിപ്പോർട്ട് അയക്കാനും ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഭൂ ഉടമാവകാശം അതായത് കൈമാറ്റം ചെയ്യാവുന്ന ഭൂ ഉടമാവകാശം ഉത്തരാഖണ്ഡ് സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ മുന്നിലേക്ക് പോകുന്നത്. ഈ സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗർ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അഭയാർത്ഥികൾക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഭൂ ഉടമാവകാശം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് UPയുടെ ഭാഗമായപ്പോഴും ഈ ഇത്തരത്തിലുള്ള ജോലി ചെയ്തിരുന്നു. വേർപിരിഞ്ഞതിനു ശേഷവും ഈ അവകാശം ലഭിച്ചു. ഈ വസ്തുക്കളും സമിതി ശുപാർശകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും മാത്രമല്ല മുസ്ലിങ്ങളും ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് അങ്ങനെ കുടിയേറിയ മുസ്ലിം കുടുംബങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് ഞെട്ടിക്കുന്ന വസ്തുതയും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അവർ രാംപൂരിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഈ കുടുംബം വന്നതിന്റെ കാരണങ്ങൾ എന്താണ് എന്നും ഇപ്പോൾ ഈ സമിതി അന്വേഷിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ തന്നെ നമ്മളെല്ലാം കേട്ടൊരു വാർത്തയാണ്. നമ്മുടെ ഈ രാജ്യത്ത് ശത്രുസ്വത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശിലുള്ള യോഗി ആദിത്യനാഥ് സർക്കാരും തുടങ്ങി എന്നുള്ളത്. ശത്രുസ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാർ, അതായത് വിഭജന സമയത്ത് ഇന്ത്യയിൽ താമസിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് പാകിസ്ഥാനോടാണ് കൂറ്. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാരുടെ സ്വത്തുക്കൾ അതായത് ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയാണുള്ളത്. ആ ഭൂമി കയ്യേറ്റങ്ങൾ ഉണ്ടായി, മറ്റ് ആൾക്കാരും വഖഫ് അടക്കമുള്ളവരും അത് കയ്യേറിയിരുന്നു. ആ സ്വത്ത് അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ അത് അന്യാധീനപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ശത്രു സ്വത്തായി കണക്കാക്കി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിയിരുന്നു. സമാനമായ നീക്കമാണ്, അതായത് ശത്രു സ്വത്തല്ല, ഇത് അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് ഭൂമി കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.